ഭൂമിയുടെ ആയുസ് എത്ര നാൾ കൂടിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ ആയുസ് എത്ര നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതായത് നാം ഓരോ വർഷവും നമ്മുടെ ബർത്ത്ഡേ ആഘോഷമാക്കാറുണ്ട്. ചിലർക്ക് പ്രായം കൂടുന്നത് അത്ര ഇഷ്ടവുമല്ല. അതായത് എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിക്കുന്ന പതിവ് ആളുകളിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അന്നേ ദിവസം കേക്ക് മുറിച്ചും മിഠായി വിതരണം ചെയ്തും പായസം വെച്ചും ഓരോരുത്തർക്കും ഓരോ പ്ലാനൊക്കെ ഉണ്ടാകും അവരുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്. എന്നാൽ ചിലർക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ കാര്യവും. ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയിട്ടുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി രൂപപ്പെട്ടതെന്നാണ് കണ്ടെത്തൽ. നിരവധി ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ലോകം അവസാനിക്കുമെന്ന് പലരും പറയാറുമുണ്ട്. പല പ്രവചനങ്ങളിലും ഇതേ ചുറ്റിപ്പറ്റി നടക്കുന്നുമുണ്ട്. മതപണ്ഡിതർ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവരും ലോകാവസാനത്തെക്കുറിച്ച് വാദങ്ങൾ ഉയർത്താറുമുണ്ട്. എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു കണ്ടെത്തൽ സംഭവിച്ചിരിക്കുകയാണ്. ഭൂമി അവസാനിക്കാൻ പോകുകയാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഭൂമിയുടെ പ്രായം കൂടി വരികയാണ്. ഒരു ദിവസം ഭൂമി മുഴുവനായും നശിക്കും. അതായത് കരയിലോ കടലിലോ ഒരു ജീവി പോലും അവശേഷിക്കില്ല എന്നാണ് പറയുന്നത്. ലോകാവസാനത്തെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. 250 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാദുരന്തം സംഭവിക്കും. ഭൂമിയുടെ താപനില ആ സമയത്ത് 70 ഡിഗ്രി സെൽഷ്യസ് എത്തും. താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നാണ് കണ്ടെത്തൽ. ഭൂമിയിലെ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് എത്തിക്കും. സമാനമായ ഒരു സാഹചര്യം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായെന്നാണ് കണ്ടെത്തൽ. അതായത് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായി പറയുന്നത്. 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഒരു വലിയ സമുദ്രം ചുറ്റപ്പെട്ട് കിടന്നിരുന്നു. പാനജിയ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇത് പിളർന്നാണ് ഭൂഖണ്ഡങ്ങളായി മാറിയതെന്നാണ് കണ്ടെത്തൽ. 250 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമി മറ്റൊരു ഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. പിന്നാലെ ഭൂമി ചുട്ടുപഴുക്കാൻ തുടങ്ങും. അവസാനം വാസയോഗ്യമല്ലാതെയാകുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും. ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി ഭക്ഷണവും ഓക്സിജനും ഇല്ലാതെ ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്നാണ് പറയുന്നത്. അത്രയധികം ചൂട് കൂടുമ്പോൾ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും എത്തും. അങ്ങനെ ഭൂമിയിൽ ജീവജാലങ്ങളുടെ ലോകാവസാനത്തിലേക്ക് അടുക്കുമെന്നാണ് കണ്ടെത്തൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.